ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഗാബിറ്റ് എന്ന് പറയുന്ന സൺസ്ക്രീനെ കുറിച്ചുള്ള റിവ്യൂ ആണ്. ഇതൊരു നോൺ സ്പോൺസേർഡ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ പേഴ്സണൽ യൂസ് എന്നുള്ള ഒരു റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗാബിറ്റ് എന്ന് പറയുന്ന സൺസ്ക്രീൻ ഒരു മിനറൽ സൺസ്ക്രീൻ ആണ്. നമുക്കറിയാം കെമിക്കൽ സൺസ്ക്രീൻ അതുപോലെ മിനറൽ സൺസ്ക്രീൻ ഉണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കും, ഞാനിവിടെ കാർട്ടിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗാബിറ്റ് എന്ന് പറയുന്ന സൺസ്ക്രീൻ ഞാൻ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതൊരു മിനറൽ സൺസ്ക്രീൻ ആണ്. അതുപോലെ തന്നെ ഇപ്പം മിനറൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സൺസ്ക്രീൻസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതിൽ ഒക്കെ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. സാധാരണ കെമിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് അതിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഓക്സിബെൻസോൺ, ഒക്ടനോക്സൈറ്റ് പോലുള്ള 3-4 ഇൻഗ്രീഡിയൻസ് ഒരു ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. അത് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം മൂലം ബ്ലഡ് സ്ട്രീമിലേക്ക് വരികയും നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ദിവസം യൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ, നമ്മളത് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കത് നമ്മുടെ ഹെൽത്തിന് ഒരു പ്രോബ്ലം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ സേഫ് എന്ന് പറയുന്നത് ഫിസിക്കൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് വളരെ ഹെവിയാണ്, സ്റ്റിക്കിയാണ്. നമുക്ക് ബാക്കി എല്ലാ സൺസ്ക്രീനും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ജെൽ ഫോമിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്, നമുക്ക് ആ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിൻ്റെ ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനാണ് പലപ്പോഴും നമ്മൾ അതിൻ്റെ ടെക്സ്ചർ മാത്രം നോക്കിയിട്ട് നമ്മൾ കെമിക്കൽ സൺസ്ക്രീനിലേക്ക് പോകുന്നത്. പക്ഷേ ആ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ഹെൽത്തിന് മോശമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൂടെ കൺസിഡർ ചെയ്യേണ്ടത് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഗാബിറ്റിൻ്റെ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷെ ഞാൻ അധികം വെയിലത്തൊന്നും പോകാത്തത് കൊണ്ട് തന്നെ എനിക്കത് എങ്ങനെയുണ്ട്, അതിൻ്റെ പ്രൊട്ടക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ എന്താ പറയുക, അത് നമ്മൾ യൂസ് ചെയ്ത് വെയിലത്ത് ഇറങ്ങുമ്പോഴാണല്ലോ അത് എത്രത്തോളം നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ ഞാനൊരു 10 ഡേയ്സ് റോഡ് ട്രിപ്പ് പോയപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അതായത് ഞാൻ പെട്ടെന്ന് ടാൻ ആവുന്ന ഒരാളാണ്. കുറച്ച് വെയിൽ കൊണ്ടാൽ തന്നെ പെട്ടെന്ന് സ്കിൻ ടാൻ ആവാറുണ്ട്. പക്ഷേ വളരെ സർപ്രൈസിംഗ്ലി എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ നമുക്ക് സിങ്ക് ഓക്സൈഡ് ആണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്കൊന്നും പോവില്ല. നമുക്ക് നല്ല രീതിയിലുള്ള മിനറൽ സൺസ്ക്രീനിലെല്ലാം തന്നെ മെയിനായിട്ട് ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് സിങ്ക് ഓക്സൈഡ്. പിന്നെ ഇതിൽ ഹാംഫുൾ ആയിട്ടുള്ള ഓക്സിബെൻസോൺ, ഒക്ടനോക്സൈറ്റ്, ഹോമോസാലൈറ്റ് പോലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. നമ്മളെപ്പോഴും വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും തന്നെ ഇതിൽ അടങ്ങിയിട്ടില്ല. കുറച്ച് പേര് ഞാൻ ഈ ഒരു സൺസ്ക്രീനിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൺസ്ക്രീൻ ഏതാണെന്ന് സജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഗാബിറ്റിൻ്റെ സൺസ്ക്രീനാണ് സജസ്റ്റ് ചെയ്തത്, സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ എന്നുള്ള നിലയിൽ. അപ്പം മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതിൽ ഇന്ത്യൻ ഗൂസ്ബെറി, ചെറി, അതുപോലെ ഓട്സ് എക്സ്ട്രാക്റ്റ്, കുങ്കുമപ്പൂവ്, വിറ്റാമിൻ ഇ ഒക്കെ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ മറ്റ് സിങ്ക് ഓക്സൈഡ് ആണ് മെയിനായിട്ടുള്ളത്. ബാക്കി സൾഫേറ്റ്, പാരബിൻ, സിലിക്കോൺ, അതൊക്കെ അലർജൻസ്, ഫ്രാഗ്രൻസ് ഇതൊന്നും തന്നെ ഇതിലില്ല. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, അലർജൻ ഫ്രീ ആണ്. അതുപോലെ തന്നെ ഹാംഫുള്ളായ കെമിക്കൽസ് ഒന്നുമില്ല, ഡൈസ് ഇല്ല. ഇങ്ങനെയുള്ള ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു സൺസ്ക്രീനിൽ അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു ടെക്സ്ചറും അല്ലെങ്കിൽ അതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് യൂസ് ചെയ്തിട്ട് വളരെ നല്ല പ്രൊട്ടക്ഷൻ തരുന്നതായിട്ടാണ് മനസ്സിലായത്. പക്ഷെ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ, മുമ്പേ ഞാൻ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ആ യൂസ് ചെയ്ത സമയത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ മറ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിച്ച് ശീലമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഇത് നമുക്ക് വളരെ ഒരു സ്റ്റിക്കി ആയിട്ടും
അതുപോലെ ഒരു എന്താ പറയുക, വൈറ്റ് കാസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വൈറ്റ് കാസ്റ്റ് ഇല്ല. പക്ഷേ നമ്മളത് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം നമ്മൾ അപ്ലൈ ചെയ്യാൻ എടുക്കും. ആ ഒരു വൈറ്റ് കാസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ടൈം കൊടുക്കേണ്ടതാണ്. ഒരു 1 to 2 മിനിറ്റ്സ് എങ്കിലും നമ്മളതൊന്ന് മസാജ് ചെയ്ത് സെറ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവില്ല. നമ്മളൊരു ലെയറായിട്ടാണല്ലോ മിനറൽ സൺസ്ക്രീൻ നിൽക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മളത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഇല്ല. ഞാനിപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്, അതിന് മുകളിൽ ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റിക്കിനെസ് നമുക്ക് ഫീൽ ചെയ്യും. മുഖത്ത് എന്തോ ഒരു അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു ഇറിറ്റേഷൻ നമുക്ക് തോന്നും, ഒരു ഒട്ടൽ പോലെയുള്ള ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ചൂടെടുക്കുന്ന പോലെ, ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഭയങ്കര മുഖത്തൊരു ചൂട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റിക്ക് ഒട്ടൽ പോലെയുണ്ട്, വേർക്കുന്ന പോലെ തോന്നും. പിന്നെ ഇത് പറയാനുള്ള കാര്യം, ഇത് വാട്ടർ പ്രൂഫാണ്, സ്വെറ്റ് ഫ്രീ ആണ്. അതുകൊണ്ട് നമ്മൾ വേർത്താലും ഇത് പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്ലസ് പോയിന്റ് കൂടെ ഇതിനുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ, അതായത് ഒരു 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു മുഖത്ത് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊക്കെ മാറി നല്ല നോർമൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ ആ ചൂടും ഒക്കെ കുറയുന്നുണ്ട്. നമ്മൾ പോകുന്നതിന് ഒരു 15 പുറത്തിറങ്ങുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നാണ് പറയാറുള്ളത്. എന്നാലും നമ്മളൊരു അരമണിക്കൂർ മുമ്പേ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ സമയമാകുമ്പോഴേക്ക് നല്ല രീതിയിൽ സെറ്റ് ആവുന്നുണ്ട്, മറ്റ് അസ്വസ്ഥതകളൊന്നും തന്നെ തോന്നുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മുഖത്തൊരു ഗ്ലോ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് മേക്കപ്പ് ഒന്നും അപ്ലൈ ചെയ്യണമെന്ന് തോന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോമ്പാക്റ്റ് പൗഡർ ഇട്ട് സെറ്റ് ചെയ്യാം. അതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യാനാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ സേഫായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൺസ്ക്രീൻ തന്നെയാണ് ഈ ഗാബിറ്റിൻ്റെ. ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളതെന്ന് പറഞ്ഞത്, ഇത് SPF 50+ ആണ്, അതുപോലെ PA++++ ആണ്. അതായത് UVAയിൽ നിന്നും UVBയിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഈ ഒരു സൺസ്ക്രീൻ തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു പാക്കേജ് ഒരു 50 ഗ്രാമിൻ്റെ പാക്കേജാണ്. ഇതിന് 499 ആണ് പ്രൈസ് വരുന്നത്. പക്ഷെ നമുക്കിത് ഓൺലൈനിൽ ഒരു 390, 400 കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങളിത് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട്, സൺ പ്രൊട്ടക്ഷൻ എങ്ങനെ കിട്ടുന്നു, നമുക്ക് ടാൻ ആവുന്നുണ്ടോ ഉള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ സേഫായിട്ട് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം. ഈ ഞാൻ പറഞ്ഞ ചെറിയ അസ്വസ്ഥതകൾ ഒഴിച്ചിട്ട് ബാക്കിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്